നമ്മുടെ നാടിന് വികസനം, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി, അതൊക്കെയാണ്. ഇപ്പോൾ PSCക്കൊക്കെ നോക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞും ഒക്കെ അവിടെ കിടന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും കാണാതെ ഇപ്പോഴത്തെ ഭരണപക്ഷം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അടുത്ത ഇലക്ഷനും അത് നല്ല രീതിയിൽ പ്രതിപാദിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ആശാവർക്കർമാർ ഏകദേശം കുറേ മാസങ്ങളോളം വെയിലും മഴയും കൊണ്ട് ആശാവർക്കർമാർ ആ സെക്രട്ടേറിയറ്റ് നടന്ന് കഴിഞ്ഞിട്ടും കാണാൻ കഴിയാത്ത ഇത് ഇലക്ഷൻ എടുത്തപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. 1000 രൂപ വെച്ച് ഉടനെ കൂട്ടുന്നെന്ന് പറഞ്ഞു. അതും അവർക്കെല്ലാവർക്കും മനസ്സിലായി, ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. ഓപ്പറേഷൻ്റെ കാര്യം എടുക്കാം. ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും ധിക്കാരപരമായിട്ട് അവരുടെ പെരുമാറ്റം, ഒരു പാവപ്പെട്ട ഒരു കണ്ടക്ടറുടെ, ഒരു ഡ്രൈവറുടെ അവൻ്റെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള അവരുടെ ഒരു പെരുമാറ്റ രീതി. ഇപ്പം MM മണി പറഞ്ഞു കണ്ടില്ലേ, അതൊക്കെ വളരെ മോശമല്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിറക്കി കൊടുക്കുന്ന പൈസ ഇല്ലല്ലോ ജനങ്ങൾക്ക്. നമ്മുടെ നീതി പണം കൊടുക്കണത് അയാൾക്ക് അങ്ങനെ പറയരുത്. ഏത് കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും അത് മോശമായി എന്ന് പറയും. ഇപ്പോഴത്തെ നേതാക്കളുടെ എല്ലാ ശൈലിയും മാറ്റണം. പിണറായിയുടെ ശൈലി ആദ്യം തന്നെ മാറ്റണം, അല്ലാണ്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. പിണറായി വിജയത്തിലെ പോകണമെങ്കിൽ മുമ്പിൽ എത്ര വണ്ടിയുണ്ട്, പിന്നിൽ എത്ര വണ്ടിയുണ്ട്. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ കണ്ടതാ, കോർപ്പറേറ്റിന് മുമ്പ് ഒരു വണ്ടിയുള്ള പോലീസ് ജീപ്പ് ഞാൻ കണ്ടതാ രാത്രിയിൽ. ഇയാളുടെ സ്ഥിതി എന്താ? ഈ ശൈലിയൊക്കെ മാറ്റണം, സാധാരണക്കാരൊപ്പം ആവണം. പിണറായി ആയാലും ആരായാലും. ഈ റോഡുകളുടെ സ്ഥിതി എന്താ? നമ്മൾ കാണുന്നതല്ല റോഡുകളുടെ സ്ഥിതി. പറഞ്ഞൊന്നും നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഈ ശബരിമല ഈ കൊള്ള നടത്തിയില്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാറുന്നു. അതിനുള്ള നേതാക്കളല്ല ഇത് കട്ടോർക്കണം. പിന്നെ എങ്ങനെയാ? സാധാരണക്കാരനല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.